പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. അപ്പോ ആ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ചുകൂടി ആലോചിച്ചിട്ട് വേണം നീ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. അതുപോലെ തന്നെ മാധവൻ സാറിന്റെ മക്കളെ കുറിച്ചും നീ ചിന്തിക്കണം. പരസ്പരം ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അവർ ഇപ്പൊ ശത്രുതയിലായിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് നീ വഹിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നീ മുൻകൈ എടുക്കണം. ശരി മാഷേ. അല്ല, ഖാദർ ഇവിടെ? നേരെ ചെന്നാ മതി. ഖാദർക്ക് ആ മുറി. ആ ശരി മോനെ. എന്തായാലും ഗിരിയായിട്ട് തന്നെ ജോലി വിട്ടിട്ട് പോയത് നന്നായി. അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും അവനെ പറഞ്ഞു വിടില്ലായിരുന്നു. ആ അതെ, ഇനി നിനക്ക് സഞ്ജുവിനെ സ്വന്തം കഴിവ് പുറത്തെടുക്കാൻ പറ്റും. വെറുതെ ഗിരിയുടെ നിഴലിൽ നിൽക്കേണ്ട കാര്യമില്ല. ആ നിനക്ക് നിന്റെ ചേട്ടന്റെ ജോലി പോയതിൽ സങ്കടം ഉണ്ടാവുമല്ലേ? നിനക്ക് സഞ്ജുവേട്ടന് എന്തെങ്കിലും മോശം സംഭവിച്ച വിഷമം തോന്നാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എന്റെയും കാര്യം. എന്റെ ഭർത്താവിന്റെ വളർച്ചയ്ക്ക് എന്താണോ നല്ലത് അത് സംഭവിക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കൂ. ഡാഡി ഇപ്പോഴും എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ഗിരി പോയതുകൊണ്ടാണോ? അച്ഛാ, അവനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അവൻ എന്റെ കൂടെ ഇല്ല എന്നതിനേക്കാൾ എനിക്ക് പേടി അവൻ നമ്മുടെ എതിരെ വന്ന് നിൽക്കുന്ന. ഗിരിയെപ്പോലെ ഒരു ശത്രുവിനെ എതിർക്കാൻ നിങ്ങൾക്കാർക്കും മൂപ്പ് പോരാ. ഗിരി എന്നെ വിട്ടുപോയത് എന്റെ മോശം കാലം തുടങ്ങിയതിന്റെ ലക്ഷണമാണെന്ന് എന്റെ മനസ്സിനോട് പറയുന്നു. അത് കറക്റ്റാ. താൻ ചിന്തിച്ചത് കറക്റ്റാ, 100% ശരിയാ. തന്റെ മോശം കാലേ ദേ തുടങ്ങിക്കഴിഞ്ഞു. ദേ താൻ ഒരു കാരണവശാലും ഗിരിയായിട്ട് ഉടക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, വിനാശകാലേ വിപരീത ബുദ്ധി. നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. നീ കാരണമാ ഗിരി എനിക്ക് നഷ്ടമായത്. അത് ഞാൻ ഒരിക്കലും മറക്കുമെന്ന് നീ കരുതണ്ട. സത്യം പറയാലോ, ഗിരിയെ എനിക്ക് വേണ്ടിയിട്ട് തൻ്റെ കൂടെയുള്ള ജോലി നിർത്തുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഇതറിയായിരുന്നെങ്കിലേ ഞാൻ പണ്ടേ തന്റെ പുറകളെ നടത്തി നിർത്താൻ പറയില്ലായിരുന്നോ? വിധി അല്ലാതെന്ത് പറയാനാ? നീ മജിസ്ട്രേറ്റ് ആവാൻ പോകുന്നെന്ന് കരുതി ഒരുപാട് അങ്ങ് സന്തോഷിക്കണ്ട. ഞങ്ങള് വിചാരിച്ച നിന്നെ പലതും ചെയ്യാൻ പറ്റും. എടാ ചെറുക്ക, വെറും വക്കീലായിരുന്നു എന്നെ നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മജിസ്ട്രേറ്റായി കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാടാ? ദേ ഒരു കാര്യം നീ പ്രത്യേകം ഓർത്തോ, ഇനി ആരെങ്കിലുമായിട്ട് നീ പ്രശ്നത്തിന് പോകുമ്പോ ഗിരി നിങ്ങളുടെ കൂടെ ഇല്ലാന്ന്. ഇനി ആര് വേണമെങ്കിലും നിന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം കാണിക്കൂടാ. ഒരുത്തനും നിന്നെ പേടിക്കില്ല. എന്നെ തൊടുന്നത് അത്ര എളുപ്പമൊന്നും ആവില്ല. ഓ നല്ല എളുപ്പമാണല്ലോ. ഇനി മേല പട്ടി ഷോ കാണിച്ചോണ്ട് നിന്നെ ഇവിടെ അങ്ങനെ കണ്ട കാലേവാരി നിന്നെ ഞാൻ ഭിത്തിയിലൊട്ടിക്കും. മനസ്സിലായടാ? നീ എന്റെ ബൈക്കിൽ മയക്ക് വരുന്നു നോക്കലടാ. സാരമില്ലടാ, അത് കാരണമാണല്ലോ ഗിരി നിങ്ങളെ വിട്ടുപോകുന്നത്. എനിക്ക് അതുകൊണ്ട് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ തന്ന അടിയില് ഞാൻ എല്ലാം അങ്ങോട്ട് നിർത്തുക. എടോ ഗോപാല, താൻ പേടിക്കുന്നത് ശരിയാ. ഞാൻ മജിസ്ട്രേറ്റായ ഉറപ്പായും മാധവൻ സാറിന്റെ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ മഞ്ജുവിനെ ഞാൻ സഹായിക്കും. തനിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു തരാൻ ശ്രമിക്കുകയും ചെയ്യും. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ ചെയ്യും. പക്ഷേ
ഇത്തവണ ഞാൻ തിരിച്ചടിക്കുമ്പോ ഇടയിൽ നിൽക്കാൻ ഗിരി ഉണ്ടാവില്ല എന്നുള്ളത് മറക്കരുത്. ഗിരി കൂടിയില്ലെങ്കിലേ താൻ നാട്ടുകാരുടെ ചെണ്ടയാവാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം താൻ അതുപോലെ എല്ലാരും വെറുപ്പിച്ചിട്ടുണ്ട്. തന്റെ അവസ്ഥ എന്താവുന്നേ കണ്ടറിയണം. ആ എന്തായാലും നിന്റെ ഐശ്വര്യം കൊള്ളാട്ടോ. നീ കാലെടുത്ത് വെച്ചതും എല്ലാം കുളമാക്കി. എന്നാ വരട്ടെ ആന്റി. അച്ഛാ, എല്ലാരും ഒന്ന് പൊയ്ക്കോ. എനിക്ക് കുറച്ച് മനസമാധാനമായിട്ടൊന്ന് ചിന്തിക്കണം. ഗിരിയെ തിരിച്ചു വിളിക്കുന്നതൊഴികെ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. അവന്റെ ഒന്നും ആവശ്യം നമുക്കില്ല ഡാഡി. നിനക്കില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ട്. ഛേ, ഇനി അവനെ വീണ്ടും അച്ഛൻ വിളിച്ചോണ്ട് വരുമെന്നാ തോന്നുന്നു. അവനെ വീണ്ടും സഹിക്കേണ്ടി വരും. ഗിരിയേട്ടൻ ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാതർക്ക പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനാ മോനെ ഇതൊക്കെ ചെയ്യാൻ നിൽക്കണേ? അതിനൊക്കെ ഇവിടെ പണിക്കാരില്ലേ? ഒരു സൂപ്പർവൈസർ ഇങ്ങനെ തൊഴിലാളികളുടെ കൂടെ ഇറങ്ങി ഇന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട് കാതർക്ക. സൂപ്പർവൈസർ എന്ന പട്ടം കിട്ടി തണലത്ത് മാറി നിൽക്കുന്ന എന്നെ കണ്ട ജോലിക്കാരെങ്ങനെ ബഹുമാനിക്കും? ഞാനും ഒരു തൊഴിലാളി തന്നെയാ. വാങ്ങുന്ന ശമ്പളത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഒരു കാര്യം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നമ്മുടെ പണിക്കാർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ സ്വയം ചെയ്യാത്ത ഒരു ജോലി പോലും അവരോട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ അവരിലൊരാളാണെന്ന് അവർക്ക് തോന്നിയാൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ എനിക്ക് എളുപ്പമാ. വെറുതെ അല്ല ഗോപാലന് വെച്ചടി കയറ്റം ഉണ്ടാവുന്ന. നിന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരുത്തനല്ലേ അയാളുടെ കൂടെ ഉള്ളത്. ആ അധ്യായം ഇപ്പൊ അവസാനിച്ചല്ലോ. ഇനി നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ കാതർക്ക. ബാറിലെ ജോലി ചെയ്ത് ശീലിച്ച നിനക്ക് സൈറ്റിലെ കഷ്ടപ്പാട് സഹിക്കുന്നത് കുറച്ച് പാടായിരിക്കും അല്ലേ? എന്റെ തുടക്കം ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തിട്ടായിരുന്നു കാതർക്ക.